വെൽക്കം ടു ഗോകാച്ചി വ്ലോഗ്സ്. ഗൈസിനോട് എന്റെ കൂടെ നിന്നില്ല, എന്റെ ഒപ്പം വെൽക്കമിനും കൂടിയില്ല. ഓക്കെ, അപ്പൊ അങ്ങോട്ട് സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരുങ്ങി കെട്ടി പോകുന്നത്? ഞങ്ങൾ ഇന്ന് പോകുന്നത് ഐഫ ഉത്സവം കാണാൻ. എവിടെയാണ് ആര് കാരണം? ആച്ചി ത്രൂ. ആച്ചിക്ക് ഒരു പണിയില്ല പറഞ്ഞെങ്കിലും വെറുതെ 2 ടിക്കറ്റ് ആച്ചി ഒപ്പിച്ചില്ലേ? പിന്നല്ലാണ്ട്. നമുക്ക് ഇതിൽ ആരൊക്കെ താങ്ക്സ് പറയേണ്ടത് ആച്ചി? എന്നോട് അല്ലല്ല, ട്രക്കേഴ്സ് UAE-നോട് ഐഫ ഉത്സവം അവര് ഒരു ഗീവ് അവേ. അതെ, നമ്മുടെ സീറ്റ് വരുന്നത് എവിടെയാണെന്നറിയോ? അങ്ങ് അറ്റത്ത്. ഒരു ബൈനോക്കുലർ ഞങ്ങൾ തപ്പി കിട്ടിയില്ല ഗൈസ്. സമന്തൊക്കെ വരുന്നുണ്ടെന്നാ കേട്ടത്. സമന്ത ഉണ്ടെങ്കിൽ കോക്ക് ഒരു ഞാൻ ഇങ്ങനെയൊന്നല്ല. ലാപ്ടോപ്പിന്റെ വാൾപേപ്പർ ആരാ? സമന്ത. ആച്ചി ഒന്നും ഇല്ല അവിടെ. സമന്ത സമന്ത ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ ഒരു ചന്തിയെങ്കിലും കാണാൻ അറ്റത്തുനിന്ന്. കാരണം അത്രയും ദൂരമായോണ്ട് ഗൈസ്, തമാശക്ക് പറഞ്ഞതാ. കാരണം തീരെ കാണാൻ പറ്റുണ്ടാവില്ല, സ്ക്രീൻ വെച്ച് അഡ്ജസ്റ്റ് എന്തറിയോ? ആച്ചിക്ക് പേളിമണിയെ കാണാം, പക്ഷെ പേളിമണിക്ക് ആച്ചിയെ കാണാൻ പറ്റില്ല. അതെ, പേളിക്ക് വന്ന നഷ്ടമല്ലേ? അതെ, അത്രേ ഉള്ളൂ. പേളിക്ക് അതിനുള്ള യോഗ ഇല്ല. എനിക്ക് പേളിനെ കാണാൻ പറ്റും, പക്ഷെ പേളിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. ഇതിൽ കൂടുതൽ നഷ്ടം പേളിയുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനില്ല. പക്ഷെ ഓക്കെ, ഇങ്ങനെ ടിവിയിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇങ്ങനെ അവാർഡ് കാണാൻ പോണെന്നൊക്കെ. പക്ഷെ എനിക്ക് ഇതിങ്ങനെ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്ന് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാലോ. ഗോവയ്ക്ക് പക്ഷെ പണ്ട് പോയിട്ടുണ്ടല്ലേ, ദുബായിലുള്ളപ്പോ. ഞാൻ പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാ പോണേ. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, സൺകിസ്ഡ് ആച്ചി. ഗൈസ്, നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്, യു ടേൺ, പിന്നെന്താ പറഞ്ഞ P2 എന്നാ പറഞ്ഞ. ഓക്കെ, പിന്നെ ഇവിടെ പരിപാടി നടക്കാൻ. അങ്ങനെ നമ്മൾ കാറൊക്കെ ഏതോ ഒരറ്റത്ത് പാർക്ക് ചെയ്ത് ബഗ്ഗിയൊക്കെ പിടിച്ച് നമ്മൾ നമ്മുടെ എവിടേക്കാണ് പോകുന്നത്? ഈശ്വര, സ്റ്റേഡിയം അവിടെ പോവാണ് നമ്മൾ. ആൻഡ് നമ്മളവിടെ എത്തി. നമ്മൾ പണ്ട് വേൾഡ് കപ്പിന് പോയൊരു ഫീലായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ അവിടെ വെച്ചിട്ട് അപ്രതീക്ഷിതമായി ഗോഗീൻ്റെ ഫ്രണ്ട്സിനെ നമ്മൾ കാണുകയാണ്. ഞങ്ങളങ്ങനെ എത്തി, അതറിയെത്തി. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ കാർ ഇറങ്ങിയത് ഒരു ചേട്ടൻ, ഗോകിലല്ലേ, ഗോകുവിൻ്റെ ഫ്രണ്ടാണ്. ചേട്ടനെ കണ്ടു, ചേട്ടനെയും വൈഫിനെയും കണ്ടു. ഇപ്പോൾ ചൂടൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പരിപാടിയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറാൻ പോവാണ്. ഓക്കെ, സോ നമ്മള് ഇതിന്റെ ഉള്ളിൽ കയറി. അതിന്റെ ഉള്ളിൽ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. എനിക്ക് വിശക്കുണ്ട്. അയാളെന്നെ കണ്ടില്ല, ഈശ്വര, അയാളെന്നെ കണ്ടില്ല തോന്നുന്നു. ഞാൻ നല്ല കൂളാന്ന് നോക്കി പറയണില്ല. അവനാണോ പറഞ്ഞത്? വൃത്തിയായിട്ടവൻ. ഓക്കെ, ഒരു പെണ്ണ് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി സന്തോഷമായേനെ. എന്നാലും പോട്ടെ, ആരെങ്കിലും പറഞ്ഞു. എന്താ പറയണ? ചിക്കൻ 65 അല്ല ഉണ്ട്, വേണോ? ഫ്രഞ്ച് ഫ്രൈസ് ആയതോ? അല്ലെങ്കിൽ പിന്നെ ഒരു ഗാലക്സി. അതോ ചീസി വേണോ? ചീസി ഫ്രൈസ് വേണോ? ചീസി ഫ്രൈസ്. It's fine. French fries. ഇതൊന്നും അതിന് കെട്ടാൻ പോരാ. പോവാണ് ഞാൻ സോട്ട് വാങ്ങിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. നല്ല വ്യൂ. കുറെ ദൂരമൊന്നുമില്ല കേട്ടോ സ്റ്റേജിന്റെ ഇതെല്ലാം കാണാം. എല്ലാരും അടിപൊളി. സമന്ത നമുക്ക് കാണാതെ കാണാം. പരിപാടി തുടങ്ങാറായി. മറ്റേത് ഹനുമാന്റെ ആങ്കേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. പേളി വരും, എല്ലാവരും വരും. കൊള്ളാട്ടം. പക്ഷെ തിരക്കുറവാ. നാളെയാണ് ഷാറുഖ് ഖാൻ തന്നെ, അതുകൊണ്ട് നാളെ നോക്കാം. iPhone ya. Dad,
നമ്മുടെ ബാഹുബലിയിലത്തെ வணக்கம் அபுதாபி, நமஸ்காரம் அபுதாபி. So very happy to have you, sir. தமிழ் மலையாளம் ஹிந்தி எல்லாத்தையுமே உங்களுக்கு பெரிய ஃபேன் இருக்கு சார். நானே மிகப்பெரிய ஃபேன். லவ் யூ சார். தேங்க் யூ. സതീഷ് സാർ തെലുഗുക്കാരവിടെ കൂടുതലല്ലേ മലയാളികൾ ആദ്യത്തെ ഡാൻസ് പെർഫോമൻസ് இல்ல இவங்கள பத்தி சொல்லணும்னா நான் சின்ன ஃபைட் ஆக்ஷன்லாம் சொன்ன உடனே இவங்க ஹீரோ கிடையாது, ஹீரோயின். அதுல வந்து So I am coming to Andhra also. Now I am writing for OG Taman sir. You know, நாங்க என்ன கேட்க போறோம் அப்படிங்கிறது உங்களுக்கே வந்து தெரியும். Yes, please. okay, few lines. అబుదాబి వచ్చారంటే నాతో ఐఫోన్ వచ్చేస్తారా? ఎవరు మాట్లాడేది? Since all 5 industries are here tonight, ఇంకా ఈ సౌత్, నార్త్, ఈస్ట్, వెస్ట్ ఇవన్నీ లేకుండా let's come together as one India. Let's break all the woods tonight and let's celebrate this one big brother. Good evening, everyone. The winner. రాశి కన్నడ డాన్స్ ആണ് പോകുന്നത് ఒక మహోన్నత వ్యక్తి పరిశ్రమ మనకి ఇచ్చిన తర్వాత Star, mega star, mega star. இல்ல வேணாம் விட்டுறலாம். ஹலோ என்ன இல்லைங்க, இப்போ நீங்க கொடுத்தது ரொமான்டிக் லுக் மாதிரி இல்ல. பாலியாக்காரு பசிக்குது 2 பண்ணு வாங்கி கொடுங்கன்னு கேட்குற மாதிரி தான் இருந்தது. சரி, സംഭവം അന്നാണ് ഞാൻ ഈ തെലുങ്കിലത്തെ എന്താ ജയ് ബാലയ്യ ചിരഞ്ജീവിനെ അറിയാം, പക്ഷെ തെലുങ്ക് നടനാന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത്. എനിക്ക് ഈ തെലുങ്കും കന്നഡയും അങ്ങോട്ടും ഭയങ്കര കൺഫ്യൂഷനാണ് ഗൈസ്. പക്ഷെ ജയ് ബാലയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ കത്തും, അങ്ങനത്തെ അപ്പഴാണ് മനസ്സിലായേ. சார் அஜித் சாரா விஜய் சாரா? நீங்க சொல்லுங்க, யார் அது? அந்த விஜய் அண்ட் அஜித். ஓகே, அப்படி சொல்லிட்டாங்களா? அவங்க என்ன சொல்றாங்க சார்? சார் கிரீன் சிக்னல் வந்துருச்சு. இல்லை, சார் கூட தான் இன்னைக்கு சேர்ந்து சென்னையிலேருந்து வந்தபோது துபாய் ஏர்போர்ட்டில் இறங்கின போது ஃபர்ஸ்ட் அவர் கேட்டார், இல்லை நம்ம படுத்துக்கிட்டா அவார்டா கேட்டார். தெரியல எனக்கு, அது இப்பதான் தெரியுது. கங்க்ராச்சுலேஷன்ஸ், தேங்க்யூ அக்கா. சரி சார், இப்போ விக்ரம் சார் சப்போஸ் இதுக்கு ஃபோன் பண்ணி விஷ் பண்ணாருன்னா கஷ்டமா சார்? ஜெயம் ரவி சார்
ஐஸ்வர்யா சரி சார் அவங்களாம் வந்திருக்காங்க, நேராகவே சொல்லுவாங்க நினைக்கிறேன். வாழ்த்துக்கள் சார். இல்ல அதுக்கு முன்னாடி ஒரு கேள்வி இருக்கு சார். பொன்னியின் செல்வன் படத்துல அபுதாபி மார்க் ஆண்டனி தமிழ்ல மட்டும் இல்ல மலையாளத்தையும் நல்லா பாத்தீங்களா? Hello Abu Dhabi, what's up? How are you? Are you enjoying the show? To our one and only megastar, our megastar Chiranjeevi sir. Sir, we are so happy that you're honored with the Guinness World Record for being the most prolific actor from South India and for inspiring us with your amazing dance moves, sir. On behalf of all the music composers. Love you, sir. So come on, say chalsa. Megastar Chiranjeevi Konedala. So to present this award, we have the stunning and versatile actor who brought characters to life with grace and power, Miss Shabana Azmi, ladies and gentlemen. Thank you, sir. Thank you, sir. Thank you, sir. നമ്മളൊരു അന്യഭാഷയിൽ പോയി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പുരസ്കാരം അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം ഏറ്റുവാങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്കിപ്പോൾ തമിഴിനാണ് ആ പുരസ്കാരം ലഭിച്ചത്. അതേപോലെ തന്നെ നമ്മളൊരാൾ മറ്റൊരു ഭാഷയിൽ പോയി അടിച്ച് കലക്കുന്നെന്ന് പറയുമ്പോൾ ഒരു കൈയ്യടി കൂടി കൊണ്ട് പേരിച്ചേ വിളിക്കട്ടെ. ഇതൊന്നും നോക്കണ്ട, എനിക്ക് നോക്കണ്ട. ഷൈൻ ഷൈൻ Prema Gopada, Kama Gopada. That was the first Telugu dialogue I got, and the director is here, producer Nani Kirti. Prema Gopada, Kama Gopada. Kama me Gopal. Gopal D. മലയാളത്തിൽ പറയണം. പ്രേമമാണോ വലുത്, കാമമാണോ വലുത്? കാമമാണ് വലുത് എന്നാണ് പറയണം. കാരണം കാമത്തിൽ നിന്നാണല്ലോ ഒരുവൻ ജന്മം എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അല്ലേ? Thank you. I am actor from Malayalam movies. I am here for Dasara, my first Telugu movie as an actor role. Thank you.
ఐఫా టీం అందరికీ మీరు ఈ అవార్డు ఇవ్వడం కాదు, ఆయన చేతుల మీద ఇప్పించడం. ఐ థింక్ ఇట్ మేడ్ దిస్ హోల్ థింగ్ వెరీ వెరీ స్పెషల్. అండ్ ఇక్కడ ఉన్న The next award is the Golden Legacy Honor. Namaskar. Namaskar. Hi, sir. Welcome to IFA. Thank you. Actually, welcome to the IFA Utsavam. We're really honored to have you. Sir, the issue is you didn't understand anything, right? No, I didn't. I really wanted to. Exactly, that is how we feel when we watch your talk show, sir. That English is so complicated, we feel uneducated, sir. It's not complicated. What is the conjecture about my show? What is the problem? Why does it appall you so much? Sir, I know total 36 words in English. You used all of them in one Remember, sentence. I am the 37th word you should know. Karan Johar. I know, sir. That is why I have my brother over here. నా దగ్గర కొంచెం ధైర్యంగా ఉంటుంది. Sir, she's madly in love with me. She's behind me. She's madly in love with you? Yes. Okay. Don't be surprised, sir. I'm also surprised. Okay. So, she is pestering me, sir. How to tell her that I want to break up? No, I don't want this. You should not offend. And use your complicated English, sir. Please. One line. You want to break up with her? And you want me to give you this I advice? don't want to break up. I want to tell her, don't disturb me. That's it. I only know how to sell the emotion of love. I don't understand any other emotion. Should I say that, sir? I only know तू सफर मेरा, तू ही है मेरी मंजिल, तेरे बिना गुजारा ऐ दिल है मुश्किल. Thank one and all. And क्योंकि समंता मतलब the last three films. Time you heard someone say Jai Balaya. Was that जब Abhimanyu was in his mother's womb, like how to come out, how to enter into Padma Vyuham. So I think when I was in my mother's womb itself. എല്ലാവർക്കും നമസ്കാരം. വണക്കം തമിഴകം. ബാവുന്നാറാ? ठीक है. ಊಟ ಬೇಕು. എന്തോ എല്ലാ മലയാളീസും ഇവിടെ ഉണ്ടല്ലോ. നെക്സ്റ്റ് IFA Utsavam Awards 2024. യാസ് ഐലൻഡ് അബുദാബി. പക്ഷേ ചില അവാർഡുകൾ നമുക്കങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് കുറേ പേരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, അല്ലേ? അപ്പൊ അതിൽ കുറെ പേരുടെ സ്വെറ്റും ബ്ലഡും അതിൽ പോയിട്ടുണ്ട്. ബ്ലഡുണ്ടോ എന്ന് എനിക്കറികൂടാ. Morning when I saw him at the airport, I never knew that I am going to give this award. My privilege, I am blessed and very humbled to present the award to my very favorite, my guru, Mr. Mani Ratnam, the best ever for Ponniyin Selvan. We all have to be here together. This is a very, very, very பொன்னியின் செல்வன் படத்துடைய முக்கியமான தூண்கள் இப்போ வந்து மேடையில இருக்காங்க. We have Rahman sir, Vikram sir, Maniratnam sir, Suhasini ma'am, and of course Aishwarya Rai. So looks amazing. நம்மளோட IFA ஸ்டேஜுக்கு வந்து எல்லாருக்கும் வணக்கம். எல்லாருக்கும் தெரியும் நினைக்கிறேன். தெரியாதவங்களுக்கு நான் வந்து சினிமாவில் வந்து மணி சார் படமோ சங்கர் சார் படமோ ஒரு படம் பண்ணால் இனிமேல் நடிக்கவே வேண்டாம், ரிட்டையர் ஆயிடுவேன்னு சொல்கிற அளவுக்கு அவரோட பாதிப்பு. அண்ட் அவர் ஒவ்வொரு படமும் ஐ திங்க் ஹீ ஸ்டில் செட்டிங் ட்ரெண்ட்ஸ். லவ்லி டு ஹேவ் ஒர்க் வித் யூ சார். நான் ஒரு ஸ்பீச் ப்ரிப்பேர் பண்ணிட்டு இருந்தேன், அதெல்லாம் எனக்கு வந்துருச்சு. பட் தட்ஸ் இட்.
I mean, what more can you say about a master craftsman? He's the best. எங்க சார்பா பண்ணதுக்கு தேங்க்யூ வெரி மச். அண்ட் நவ மேம் போறீங்களே, இப்போ ஹீரோவா பண்ண போறீங்க. ஆமா சார், இப்போ ஒரு தடவை பண்ணி காட்டுங்க சார். நிஜமாவே உங்களுக்கு நடிச்சு காட்டுறதுலாம் ரொம்ப கஷ்டம். இப்போதான் மணி சார் கிட்ட ஒன்று 75 படங்கள் பண்ணணும்னு சொல்லி ஞாபகப்படுத்தினேன். இது வந்து இது மாதிரி ஏதாவது சொதப்பினு வைங்களா, அது மறந்துடுவாரு. இல்லை சார், எனக்கு என்னன்னா அம்பி ஒரு வேளை போய் எப்படி பண்ணக்கூடாது அப்படின்னு வேணா நான் பண்ணலாம். பட் உண்மையிலேயே அம்பி தூது போயிருந்தா எப்படி பண்ணியிருப்பாருன்றதை நீங்க பண்ணா ரொம்ப நல்லா இருக்கும் சார். யாருக்கிட்ட தூது போகணும்? ஆதித்த கரிகாலன் ஒரு ஆளா போய் நந்தினி கிட்ட பேசணும் சார். என்ன சொல்லணும்? அம்பி போய் உங்களுக்காக ஓகே பண்ண போறாரு சார். வேற ஒன்றும் இல்லை. சினிமாவில் ஃப்ரெண்டுக்கு அம்பி போனால் அது நடக்காது சார். அம்பி போனால் அது நடக்காது. ரெமோ ரெமோ இஸ் குட். ரெமோ சூப்பர் சார். என்ன சொல்றேன்? அன்னியன் போனா ரிஸ்க். ஸோ ரெமோ போனா சூப்பரா இருக்கும். யா, இப்போ ரெமோ வந்து தூது போறாரு. Rishi, Ash again. Hi Nandi, I think Remo loves you. Could you just என்ன தூது என்ன கல்யாணம் பண்ணுங்க சார்? என்ன சொன்னாங்க? அதான் நீங்க ப்ரப்போஸ் பண்ண அவரே சார். உங்க ஆதித்த கரிகாலன் உங்களை பார்த்து ஃபீல் ஆயிட்டாப்ல, உங்களை பார்த்து கல்யாணம் பண்ண ஆசைப்பட்டாப்ல. இதை ரெமோ சொன்னா இப்படி இருக்கும். Oh God. அதாவது தயவு செஞ்சு ஒத்துக்கமா, எல்லாம் போர்லாம் எடுத்துன்னு வந்துடும். அப்படி ரொம்ப பிரச்சனையாகும். சரி, நம்ம வந்து சார் நீங்க நிறைய பேசிட்டீங்க, எல்லாம் பண்ணிட்டீங்க. பட் எல்லாரும் சந்தோஷப்படுத்துறதுக்காக நீங்க 2 லைன் எங்களுக்காக வந்து பாட்டு பாட முடியுமா? ரத்தம் அணிந்ததடி அன்னமே, ரத்தம் மோய்ந்ததடி, ஒரு குத்தம் நடி சகியே. லிரிக்ஸ் மறந்துட்டேன், சாரி. யாரு போய்தான் ரெண்டு லைன் பண்ண ஆடுறாரு. தூக்கம் வந்தவங்க இல்லையா? மாஸ்டர் சிக்க ராயில Super, thank you so much. Thank you. And என்ன அவார்டு சொல்லு, இதான் கரெக்டா? ப்ராப்ளம் இல்லடா, தெரியல எனக்கு என்ன நடக்குதுன்னு சொல்லு. Good evening and namaskar, salam Abu Dhabi. How are you? I need that. For the performance in negative role, ಈ award ಅನ್ನು ಕೊಡೋದಕ್ಕೆ ವೇದಿಕೆ ಮೇಲೆ ಬರ್ತಾ ಇದ್ದಾರೆ ನಮ್ಮೆಲ್ಲರ Aditya
അപ്പൊ ഞങ്ങൾ അവിടുന്ന് ബോട്ടിൽ വന്നിരിക്കുകയാണ്. സംശയമുണ്ട് അതിൽ. Beautiful entertainment for all of you. And Steve and Pearly, both of us are the anchors for Malayalam. Likewise, Pearly. Thank you. All right, everyone. So, not taking much time. Good evening, Abu Dhabi, and this is the award for the best lyricist. So, the next are. അവർ ഇത്രയും അക്കംപ്ലിഷ് ചെയ്ത് അവരെ അപ്പു ആൻഡ് മമ്മു എന്നൊക്കെ പറഞ്ഞു. അപ്പുനെ ഞാൻ വിളിക്കൂ, നീ അങ്ങനെ വിളിക്കണ്ട. അങ്ങനെ ബെസ്റ്റ് ആക്ട്രസ് മേടിച്ച് അവിടെ നാഷണൽ അവാർഡൊക്കെ മേടിച്ചിരിക്കുന്ന ആൾക്കാരാണ് മമ്മു അപ്പു. അതുകൊണ്ട് ഞാൻ മമ്മുനെ വിളിക്കും. അനശ്വര കാഴ്ചവെച്ച ഉഗ്രൻ പെർഫോമൻസിനാണ് ഈ അവാർഡ്. നേരിട്ട് എല്ലാവരും കണ്ടില്ലേ? നല്ലൊരു കൈയടി. നമ്മുടെ സ്വന്തം ലാലേട്ടനൊപ്പം ഒപ്പത്തിനൊപ്പം നിന്ന് പെർഫോം ചെയ്ത അനശ്വര രാജൻ. ಫಿಲ್ಮ್ಸ್ ಲೈಕ್ ಸಪ್ತಸಾಗರ ಆಗಿರ್ಬೋದು, ಕೌಶಲ್ಯ ಸಂಪನ್ನರಾಮ ಆಗಿರ್ಬೋದು, ಶಿವಾಜಿ ಸುರತ್ಕಲ್ ಇದೆಲ್ಲಾನು ಸೇರಿ ನಮ್ಮ 2023 ಅದ್ಭುತ ಮಾಡ್ತು. ಮಣ್ಣಿನ ಕಥೆಯನ್ನ ನಂಬಿರುವಂತಹ ವ್ಯಕ್ತಿ ನಮ್ಮ ರಾಕ್ಲೈನ್ ವೆಂಕಟೇಶ್ವರ. ಮಣ್ಣಿನ ಕಥೆಯನ್ನ ಮಣ್ಣನ್ನ ನಂಬಿರೋರು ಯಾರು ಗೊತ್ತಾ? ಮತ್ತೊಬ್ಬರು എല്ലാ സൗത്ത് ഇന്ത്യയിലെ വലിയ വലിയ ആക്ടേഴ്സും നമ്മൾ കണ്ടു. ഓ മൈ ഗോഡ്, എന്തായാലും കുളിച്ചേറാൻ വെച്ചു കഴിയുന്ന രീതിക്കാൻ പറഞ്ഞു. ആക്ടേഴ്സൊക്കെ നിങ്ങളെ നമ്മളിവിടെ ഇങ്ങനെ അവരെ കാര്യമില്ല. എല്ലാരും കാണാൻ പറ്റും. ഷാറുഖ് ഖാനെ വെച്ച് ബാക്കിയുള്ളവരെയും കണ്ടു. ഷാറുഖ് ഖാനെ വെച്ച് ബാക്കിയുള്ളവരെയും കണ്ടു. കൃതി സാധനെ കണ്ടു, സാമന്തനെ കണ്ടു ഉറപ്പായിട്ടും. പിന്നെ മൃണാൽ താക്കൂർ, എന്റെ ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റിനും കണ്ടു. മൂന്നരയല്ലേ പോകും, അല്ല 2:45 ഇതുവരെ ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടില്ല, അതാണ് ട്വിസ്റ്റ്. അവിടെ ഇപ്പൊ കന്നഡക്കാരെ അവാർഡ് കൊടുത്തോണ്ടിരിക്കുക പാവങ്ങള്. കന്നഡക്കാരെ എടുപ്പിക്കാൻ വേണ്ട സംഭവം എന്ന് പറയുന്നത്. അല്ലേ ഗോപു, ഇത്ര അടുത്തിരുന്ന് അവാർഡ് ഫംഗ്ഷൻ കാണാൻ പറ്റുന്ന ഇവിടെ എല്ലാ ആക്ടേഴ്സും. So as I said before, my favorite Rakshit Shetty for Saptasagara. അങ്ങനെ അവസാനത്തെ പരിപാടി ഒരു കന്നഡ പെണ്ണിന്റെ ഡാൻസ് ആണ്. ആരുമില്ല, ഞങ്ങളുണ്ട് കാണാൻ. ഞങ്ങൾ പേളിച്ചീച്ചിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇത്ര നേരം. കാരണം ഞങ്ങക്ക് പേളിച്ചീച്ചിയുടെ കൂടെ ഫോട്ടോ എടുക്കാണ്ട്
ഇതാണ് നല്ല ഓഡിയൻസ് ആണോ പണിയില്ലാത്ത പണി നിന്നാണ്? ചേച്ചിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഷോ കാണാൻ വന്നത്. ഫോട്ടോ എടുക്കട്ടെ. അയ്യോ ഞാൻ അങ്ങനെ പേളിമണിനെ കണ്ടു ഗൈസ്. എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. പക്ഷേ കണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റി. എനിക്ക് കുറേ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ കുറേ കാലത്ത് കാണാനും ആഗ്രഹിക്കുന്നതൊക്കെ കുറേ സന്തോഷമായി. പിന്നെ എളുപ്പപ്പണിയല്ലാണ്ട് ഈ പുലർച്ചെ നേരത്തും ഒരാൾ പോലും ഓഡിയൻസ്, എന്നിട്ടും അതൊക്കെ അഭിനയിച്ച് പറയാനൊക്കെ ആയിട്ട് ഒരു കഴിവ് തന്നെ വേണം. അടിപൊളി. ചേച്ചി വേറെ ലെവലാണ്. സെയിം നമ്മൾ ആ വ്ളോഗിൽ അങ്ങനെയൊക്കെ കാണുന്ന പോലെ തന്നെ. ബൈ ബൈ. നിതാര ബേബിയോട് ഹായ് പറയണ്ട. ഒരു വ്ളോഗാണ്. അതെ അതെ. കമോൺ ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. പേളി ചേച്ചിയുടെ ലാസ്റ്റ് ബൈറ്റ് എടുത്തു. സത്യം സുദേവ് ബ്രോയും അവർ പൊളിച്ചു. പേളി ചേച്ചിനെ ഞാൻ സമ്മതിച്ചു. രണ്ടുപേരും രണ്ട് കുട്ടികളുണ്ടായിട്ട് രണ്ടുപേരും അടിപൊളി. ആരുമില്ലാണ്ട് അല്ലേ? അതെ, ഇപ്പൊ സമയം കാലായി എന്നിട്ടും അവര് സമ്മതിക്കണം. അങ്ങനെ ഈ ഒരു അവാർഡ് ഷോ നമ്മുടെ ആദ്യത്തെ അവസാനത്തായിരിക്കും. അറിയില്ല, ഷാറുഖാനെ കാണുന്നില്ല. അതെ, നാളെ ഷാറുഖ് ഖാനെ കാണാൻ വരേണ്ടതാണ്. അറിയില്ല, കിട്ടിയാലും കിട്ടാൻ പോലില്ല. എനിക്ക് കാണണ്ട. ഞാൻ ഇത് ഈ ടി വി കൂടെ കണ്ട സന്തോഷിച്ചു. നമ്മൾ പറ്റിച്ചല്ലോ ഇന്ന് വരുന്ന പറഞ്ഞിട്ട്. നമ്മൾ എൻജോയ് ചെയ്തു. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ എല്ലാവരും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.